നെവിൻ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അനുമോൾ 25 മുട്ടയിൽ ഒരു മുട്ട എവിടെ? അത് ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഓംപ്ലേറ്റ് അടിച്ച് തരാമോ എന്ന് നെവിൻ ചോദിക്കുന്നു. ഞാൻ എടുത്തോട്ടെ? അന്നേരം അനുമോൾ പറഞ്ഞു, ആ എടുത്തോ, അവിടെ ഇരിപ്പുണ്ട്, പൊട്ടിയത് ഇരിപ്പുണ്ട് എന്ന് പറയുന്നു. താങ്ക് യു എന്ന് പറയുന്നുണ്ട് നെവിന്. എനിക്ക് വെച്ചേക്കുന്നു, എന്തായാലും എനിക്ക് പൈസയോ കിട്ടത്തില്ല, മുട്ടയെങ്കിലും ഞാനെടുത്ത് കഴിക്കട്ടെ എന്ന്. കഷ്ടം. അനുമോൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. അപ്പം നെവിൻ പറയണേ, മുട്ടയെങ്കിലും എടുത്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നശിച്ചു പോണേ ദൈവമേ ആ പൈസ. വെള്ളത്തിൽ വീണിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് ആദില നൂറ് അനുമോള് ഭയങ്കര ചിരി. അനുമോള് വിളിച്ച് പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും ഫൈനൽ 5-ൽ എത്താടാ, അത് മതിയല്ലോ എന്ന് പറയുന്നത്. അപ്പം നെവിൻ തിരിച്ചു വന്നിട്ട് വീണ്ടും പറയാണ്, ഇനിയിപ്പോൾ പറയും നെവിൻ ഫൈനൽ 5-ൽ വരണ്ടാന്ന്. അല്ലടാ, നീ ഫൈനൽ 5-ൽ വരും, ഞാനാ പറയുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. ഞാനാ ഫൈനൽ 5-ൽ കയറിയില്ലെങ്കിലേ ഞാൻ ആ സ്റ്റേജിൻ്റെ അവിടെ കിടക്കും. ആരും കേട്ടില്ലെങ്കിലും ഞാനവിടെ കിടക്കും. ഫൈനൽ 5-ലും വരാൻ സമ്മതിക്കത്തില്ല, ഞാൻ ടാസ്കും ചെയ്യാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഞാനവിടെ കിടക്കും. എൻ്റെ സ്വഭാവം നിനക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ മഹാ കച്ചറയാണെന്ന് പറയുന്നുണ്ട് നെവിൻ. കച്ചറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂതറയാവുമെന്ന് പറയുന്നുണ്ട് നെവിൻ. മണി വീക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് കിടക്കാൻ പോവുകയാണ്. അത് നമ്മുടെ പണപ്പെരുമഴ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ലാലേട്ടൻ നെവിന് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ ടാസ്കിനകത്ത് നെവിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു വലിയ പണി കിട്ടിയിട്ട് പുള്ളിക്കാരനാകെ ദേഷ്യത്തിലാണ്. പിന്നെ ഇതോ ടാസ്കിലോ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മുട്ടയെങ്കിലും താന്ന് പറഞ്ഞിട്ട് അനുമോളെടുത്ത് വന്നിട്ടൊരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരുമോ ചോദിക്കുകയാണ് നെവിന്. നല്ല രസമാണ് കേട്ടോ, ഈ ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഇത്രയും നാൾ ആ നെവിൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മറന്നു പോകും. അത്തരം കോമഡിയാണ് പുള്ളി പറയുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു പണി തരുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് ഇത്രമാത്രം വലിയൊരു പണിയാണ് തരുന്നതെന്ന് നെവിൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇന്ന് രാവിലെ കൂടി നമ്മുടെ അക്ബറുമായിട്ട് ഊഞ്ഞാലിരുന്നിട്ട് രണ്ടുപേരുടെ സംസാരിച്ച സമയത്തും പറയുന്നുണ്ടായിരുന്നു, ഇത് മണി വീക്കല്ലേ, ഞാൻ ആ പെട്ടി എടുത്തിട്ട് അങ്ങ് പോവും, പണത്തിന് ആർക്കും ആവശ്യമില്ലാത്തത്, പണവും വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നെവിനാണ്. അപ്പോഴാണ് ഈ തലയ്ക്കടിച്ച മാതിരി ഇത്തരം ഒരു പണി നെവിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ടാസ്കിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.